നമുക്കറിയാം കാബാലയം വൃത്താകൃതിയിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടതുഭാഗം തെറ്റിപ്പോകും. പക്ഷേ നിലത്ത് പതിച്ചിരിക്കുന്ന ഓരോ മാർബിളും ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഒരു മുസല്ലയാണ്. ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയ ഒരു മുസല്ലയാണ് കാബന്റെ മുറ്റത്തുള്ള എല്ലാ മാർബിളുകളും. ഈ ഓരോ മുസല്ല പോലുള്ള മാർബിളും ഉള്ളത് ശരിക്ക് കാബയിലേക്കാണ് ഉണ്ടാവുക. ആ മുസല്ലയിൽ ആ മാർബിളിൽ നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ കിബില തെറ്റുകയില്ല. ആ രൂപത്തിലാണ് അതിനെ പതിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്രോസിൽ നടന്നാൽ, അത് നേരെ നിന്നാൽ കാബയിലേക്കാവും. അതിൻ്റെ ക്രോസിൽ നടന്നാലോ നമ്മുടെ ഇടതുഭാഗം കറക്റ്റായി കാബയിലേക്കാവും. അപ്പോൾ നാം നടക്കുന്ന ഭാഗത്ത് നോക്കൽ സുന്നത്ത് എങ്ങോട്ടാണ്? താഴോട്ടാണല്ലോ. ആ താഴോട്ട് നോക്കി മാർബിളിന് ക്രോസിലല്ലേ ഞാൻ നടക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ ഇടതുഭാഗം കാബയുടെ ഭാഗത്തേക്കാവും. പ്രത്യേകിച്ച് ഇക്കാലത്ത് മസ്ജിദുൽ ഹറാമിൻ്റെ മുകളിലെ നിലയിലൂടെ തവാഫ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ഇടതുഭാഗം കാബയിലേക്കാവില്ല. അപ്പോൾ തവാഫ് ശരിയാവുന്നതല്ല. അത് പ്രത്യേകം കയ്യൊന്നും താഴെ തന്നെ വെച്ച് തവാഫ് ചെയ്യുക. തവാഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഔറത്ത് മറഞ്ഞിരിക്കുക എന്നതും വുദു ഉണ്ടാവണമെന്നതും 7 ചുറ്റ് പൂർത്തിയായും ഉണ്ടാവണമെന്നതുമൊക്കെ. അതുപോലെ തവാഫല്ലാത്ത നിയ്യത്തുണ്ടാവാൻ പാടില്ല. ഭർത്താവും ഭാര്യയും തവാഫ് ചെയ്യായിരുന്നു, ഭാര്യനെ കാണാതായി കൈവിട്ടുപോയി. ഏതായാലും തവാഫും ചെയ്യുക, ഭാര്യനെ തിരയുകയും ചെയ്യുക, അല്ലെങ്കിൽ ഏതായാലും തവാഫ് ചെയ്യാൻ ഭർത്താവിനെ നോക്കും ചെയ്യുക, ഇത് പറ്റൂല. തവാഫ് മാത്രമേ നിയ്യത്തുണ്ടാവും, മറ്റു നിയ്യത്തുകൾ ഉണ്ടാവാൻ പാടില്ല. തവാഫിൻ്റെ